ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനായി വർഷങ്ങൾ നീണ്ട തെറാപ്പി ആവശ്യമായി വന്നതായി താരം. സോഷ്യൽ മീഡിയയിലെ താരമാണ് സമീറ റെഡ്ഡി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ പൊളിച്ചെടുക്കുന്ന സമീറയുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും ആരാധകരുടെ കയ്യടി നേടാറുണ്ട്. രസകരമായ കുറിപ്പുകളും വീഡിയോകളും കുടുംബവിശേഷങ്ങളും ഒക്കെ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സമീറ. വാരണമായിരം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സമീറ റെഡ്ഡി സുപരിചിതയാകുന്നത്. മലയാളത്തിൽ ഒരു നാൾ വരും എന്ന മോഹൻലാൽ ചിത്രത്തിലും സമീറ ശ്രദ്ധേയമായ വേഷം ചെയ്തു. 2013 പുറത്തിറങ്ങിയ കന്നഡ ചിത്രം വരദനായികയിലാണ് സമീറ അവസാനമായി അഭിനയിച്ചത്. അഭിനേത്രി എന്നതിലുപരി വ്യക്തമായ നിലപാടുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് സമീറ റെഡ്ഡി. ഇപ്പോഴിതാ ബാല്യകാലത്ത് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ തന്നെ ബാധിച്ചത് എങ്ങനെയെന്ന് തുറന്നു പറയുകയാണ് താരം. തനിക്ക് ചെറുപ്പത്തിൽ വിക്കുണ്ടായിരുന്നതായും അതിന്റെ പേരിൽ പലരിൽ നിന്നും പരിഹാസം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനായി വർഷങ്ങൾ നീണ്ട തെറാപ്പി ആവശ്യമായി വന്നതായാണ് താരം പറയുന്നത്. ഇന്നും സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും വാക്കുകൾ തട്ടിത്തടഞ്ഞാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് ആശങ്കപ്പെടാറുണ്ടെന്നും സമീറ റെഡ്ഡി കൂട്ടിച്ചേർത്തു. ബാല്യത്തിൽ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ ഒരാളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്നുവെന്നതിന് ഉദാഹരണമാണ് തന്റെ അനുഭവമെന്നും താരം അഭിപ്രായപ്പെട്ടു. കുട്ടികളെ ബലഹീനനോ മണ്ടനോ ആയി മുദ്രകുത്തുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുമെന്നും അത്തരത്തിലുള്ള വാക്കുകൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ കുട്ടികൾ അതെല്ലാം സത്യമായി വിശ്വസിക്കാൻ തുടങ്ങുമെന്നും താരം വ്യക്തമാക്കി. സ്വന്തം കുട്ടികളുമായി താൻ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നതെന്നും താരം വിശദീകരിച്ചു. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലെ പരാജയം ഒരാളുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നതല്ലെന്ന് താൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൂട്ടുകാർക്കും കുട്ടികളുടെ വളർച്ചയിൽ പങ്കുണ്ട്. വിധി പറയുന്നതിന് പകരം പിന്തുണ നൽകുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. സമൂഹത്തിന്റെ സമ്മർദ്ദം പിന്തുടരുന്നതിന് പകരം സ്വന്തം കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ വഴിയാണ് പിന്തുടരേണ്ടതെന്നും സമീറ പറഞ്ഞു.